ഒരു മരണം നടന്ന വീട്ടിൽ ആർത്തവമുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കാതിരിക്കുക എന്നൊരു രീതി ചിലയിടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. എന്തിനാണ് ഇത്രയ്ക്കും അനാവശ്യമായിട്ടുള്ള ഒരു ദുരാചാരം വെച്ച് പുലർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഒരു കുട്ടി വിളിച്ചിട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ മരണകർമ്മത്തിൽ ആ കുട്ടിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം തിരക്കിയപ്പോൾ പറഞ്ഞ ഇതാണ്, ആ കുട്ടിക്ക് ആർത്തവമായിട്ട് അന്ന് 3 ദിവസമായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ബന്ധുക്കളാരും സമ്മതിച്ചില്ല അത്രേ. അതിൻ്റെ തൊട്ട് തലേന്ന് വരെ, അതായത് ആർത്തവമുള്ള സമയത്ത് ആ കുട്ടിയുടെ അച്ഛനെ ആശുപത്രിയിൽ പരിചരിച്ചിരുന്ന കുട്ടിയാണ്. ആശുപത്രിയിൽ നിന്നും മരണം സംഭവിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ആ അച്ഛൻ്റെ മൃതദേഹത്തിനടിയിലേക്ക് വിടാനായിട്ട് ആ ബന്ധുക്കൾ തയ്യാറാകുന്നില്ല അത്രേ. ഒരു 26 വയസ്സ് വരെ ആ കുട്ടിയെ വളർത്തി ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധം പരിപാലിച്ചിരുന്ന ആ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പോലും ആ കുട്ടിയെ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വൃത്തികെട്ട ഒരു ആചാരമാണ് നമ്മൾ ഈ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് ചിന്തിക്കണം. മരണം സംഭവിച്ചു കിടക്കുന്ന ആ ആത്മാവിന് ദോഷമുണ്ടാകും അത്രേ. എന്ത് ദോഷമാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ആചാരം അനുസരിച്ചിട്ട് മരിച്ചു പോയ ആ ആത്മാവ് നമ്മുടെ എല്ലാവരുടെയും മുകളിൽ നിന്നുകൊണ്ട് ഈ അന്ത്യകർമ്മങ്ങൾ കാണുവാൻ വരുന്നവരെ എല്ലാവരെയും കണ്ട് ആ ആത്മാവ് മുകളിൽ നിൽക്കുന്നതാണ് വിശ്വാസം. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മകള് തൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ അച്ഛന് ദോഷമുണ്ടാകും എന്നുള്ള ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ആത്മാവിന് എത്രമാത്രം വേദനയുണ്ടാകും എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ആചാരങ്ങൾ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ആചാരം ഇല്ലാതാക്കേണ്ടതാണ്. കാരണം ഓരോ ആൾക്കാരുടെയും സ്വന്തം ബന്ധുജനങ്ങളുടെ, അത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുജനങ്ങളുടെ ആരുടെ ആയിരുന്നാലും, മരണകർമ്മങ്ങളിൽ ആർത്തവമുള്ള ഒരു സ്ത്രീ സംബന്ധിച്ചു എന്ന് കരുതിയിട്ട് ഒരു ദോഷവും അവിടെ ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു മരണം സംഭവിച്ചപ്പോൾ അവിടെ കുറച്ച് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ എന്ത് നെഗറ്റീവ് എനർജിയാണ് ഒരു ആർത്തവമുള്ള പെൺകുട്ടിയിൽ ഉണ്ടാകുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം.